മാപ്രകളടങ്ങുക പാലക്കാട്ടാരെന്ന് പാർട്ടി തീരുമാനിക്കും. രാഹുൽ മാങ്കൂട്ടത്തെ കണ്ടാൽ മാധ്യമപ്രവർത്തകർ ആദ്യം ചോദിക്കുന്ന ചോദ്യം പാലക്കാട് എങ്ങനെയാണ്, മത്സരിക്കുമോ എന്നാണ്. മത്സരിക്കുമെന്ന് പറഞ്ഞാലും മത്സരിക്കില്ലെന്ന് പറഞ്ഞാലും പണി ഉറപ്പാണ്. അതുകൊണ്ട് ഇത്തരം കുനഷ്ട ചോദ്യങ്ങളുമായി വരുന്ന മാധ്യമപ്രവർത്തകർക്ക് രാഹുൽ കൊടുക്കുന്ന ഒരു മറുപടി കാണുക. ഇപ്പൊ പാലക്കാടോ ചേലക്കരയോ അടക്കമുള്ള ഒരു സീറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പൊ അത് തീരുമാനിക്കേണ്ടുന്ന ആളുകൾ ആ തീരുമാനിക്കേണ്ടുന്ന ആളുകൾ കേരളത്തിലെ ഏറ്റവും ഉന്നതരായ നേതാക്കന്മാരാണ്. ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ, പ്രതിപക്ഷ നേതാവ്, PCC അധ്യക്ഷൻ, കേരളത്തിൽ നിന്നുള്ള ACC ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി, വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ ചേർന്ന് തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ ഇതുവരെ അവർ ഇരുന്നിട്ട് കൂടിയില്ല. അപ്പോൾ ബാക്കി വരുന്ന കാര്യങ്ങളെല്ലാം ഹൈപ്പോത്തറ്റിക്കലായി നമുക്ക് തോന്നുന്ന അസംഷൻസ് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് യാതൊരുവിധമായ അടിസ്ഥാനവുമില്ല. ഇവിടെ ശ്രീ അബിൻ സൂചിപ്പിച്ചതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതികൾ എന്ന നിലയിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന യുവ പ്രാതിനിധ്യത്തിന് വേണ്ടിയിട്ടാണ്. അത് പാലക്കാടെന്നല്ല, അത് എല്ലാ പ്രദേശങ്ങളിലും കൂടുതൽ സ്ത്രീകൾ വരണം. ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. കൂടുതൽ ദളിത് പ്രാതിനിധ്യം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്, ചെറുപ്പക്കാരുടെ പ്രാതിനിധ്യം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറം ഏതൊരു സീറ്റിലെയും ഏറ്റവും പ്രധാനപ്പെട്ടതും അവസാനത്തെയും ക്രൈറ്റീരിയ വിന്നബിലിറ്റി ആകണം. ആ വിന്നബിൾ ആയിട്ടുള്ള ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആളാരാണോ അവർ പാർട്ടി തീരുമാനിക്കും. നമ്മൾ തീരുമാനിക്കാത്തൊരു വിഷയത്തിനകത്ത് ഹൈപ്പോത്തറ്റിക്കലായിട്ട് മറുപടി പറയുന്നതിനകത്ത് അർത്ഥമില്ല. രണ്ട്, ആ ചോദ്യത്തിനും പ്രസക്തിയില്ല. ഇപ്പൊ പാർട്ടി എന്നോട് മത്സരിക്കേണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് മത്സരിക്കാൻ ഒരു ഓപ്ഷനും ഇല്ല, മത്സരിക്കണം എന്ന് പറഞ്ഞാൽ മത്സരിക്കാതിരിക്കാൻ ഓപ്ഷനില്ല. അപ്പൊ അതുകൊണ്ട് പാർട്ടി തീരുമാനിക്കട്ടെ. പാർട്ടി ഒരു തീരുമാനമെടുത്തതിന് ശേഷം സ്വാഭാവികമായിട്ട് പാർട്ടിയുടെ എന്ത് തീരുമാനമാണോ അതിപ്പം ഞാനായാലും ഇവിടെയുള്ള ഏത് യൂത്ത് കോൺഗ്രസ്സുകാരനായാലും പാർട്ടിക്കാരനായാലും യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ എന്ന നിലയിൽ ഞങ്ങൾക്കൊക്കെ ഇതിനെപ്പറ്റി ബോധ്യമുണ്ടല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു ചർച്ച നടന്നിട്ടില്ല. എല്ലാ ദിവസവും മാധ്യമ വാർത്തകൾ മാത്രം വായിക്കുന്നു എന്നതിനപ്പുറം ഇതുവരെയായിട്ട് ബന്ധപ്പെട്ട് സീറ്റ് പിടിച്ചെടുക്കണം, പാലക്കാട് നിലനിർത്തണം, ചേലക്കര പിടിച്ചെടുക്കണം, വയനാട് ശ്രീ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷം ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കണം എന്നതിനപ്പുറം ഉള്ള ഒരു ചർച്ച നടന്നിട്ടില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തന്നെ സംസ്ഥാന പര്യടനം അടക്കമുള്ള വിഷയങ്ങളുമായിട്ട് ഞങ്ങൾ പാർട്ടിയെ സജ്ജമാക്കാൻ, തെരഞ്ഞെടുപ്പിൽ സജ്ജമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ഒരു തരത്തിലും BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. ഒന്ന്, നാഷണൽ പെർസ്പെക്റ്റീവിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ 18 സീറ്റിൽ ജയിപ്പിച്ചപ്പോൾ രാജ്യത്ത് 2 തവണ അധികാരത്തിൽ ജയിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ BJPക്ക് ഒരു വോട്ടുണ്ട്. നാഷണൽ പെർസ്പെക്റ്റീവിൽ BJPക്ക് ഒരു വോട്ടുണ്ട്. അതില്ല എന്ന് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. ആ വോട്ട് കിട്ടി. സ്റ്റേറ്റിലെത്തുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് പാറ്റേൺ ആണ്. കേരളത്തിൽ മത്സരം ആരൊക്കെയാണ്? ഞങ്ങളും LDFും തമ്മിലാണ്. ആ മത്സരമാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. BJPക്ക് ഒരു തരത്തിലുമുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. പാലക്കാട് പോലും ഇപ്പൊ ഈ BJP ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും 9 സീറ്റുകളിൽ ഒന്നാമതെത്തി. ആ 9 സീറ്റുകളിൽ പാലക്കാട് എന്ന് പറയുന്ന മണ്ണിന്റെ പേരില്ല. അതായത് പാലക്കാടൻ ജനതയ്ക്ക് എല്ലാ കാലത്തും മുന്നോട്ട് വെക്കുന്ന ഒരു സെക്കുലർ ഫാബ്രിക് ഉണ്ട്. ആ സെക്കുലർ ഫാബ്രിക് അത് അവർ 2024, 2021, 19, 16 എല്ലാം വെച്ച് പുലർത്തിയ ആ സെക്കുലർ ഫാബ്രിക് അതേപടിയാണുള്ളത്. ഇങ്ങനെ ആളും തരവും അറിഞ്ഞ് മറുപടി കൊടുക്കുവാൻ പ്രാപ്തിയുള്ളത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെ പാലക്കാട് സീറ്റ് കൊടുക്കണമെന്ന് പറയുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.